ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. ഡൽഹി ക്യാപിറ്റൽസ് വേഴ്സസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. നമുക്ക് ഈ സീസണിലെ അവരുടെ പെർഫോമൻസുകൾ പരിശോധിച്ചാൽ 9 മത്സരങ്ങളിൽ നിന്ന് 6 വിജയങ്ങളുമായിട്ട് പോയിന്റ് ടേബിൾ 4-ാം സ്ഥാനത്താണ് ഡൽഹി ക്യാപിറ്റൽസ്. നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 9 മത്സരങ്ങളിൽ നിന്ന് 3 വിജയങ്ങളുമായിട്ട് 7-ാം സ്ഥാനത്താണ്. ഇപ്പോൾ കൊൽക്കത്തയുടെ കഴിഞ്ഞ മത്സരം പറയുമ്പോൾ പഞ്ചാബുമായിട്ടുള്ള മത്സരം മഴ മൂലം ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. നമ്മൾ ഡൽഹി ക്യാപിറ്റൽസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ സീസണിൽ അവരുടെ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു ഹൈ ഫ്ലൈയിങ് സ്റ്റാർട്ട് ആയിരുന്നു. അപ്പോൾ അവരുടെ ആദ്യത്തെ ഹോം മത്സരങ്ങൾ വിശാഖപട്ടണത്തായിരുന്നു. അതിനുശേഷമാണ് അവരുടെ മെയിൻ ഹോമായ ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലേക്ക് വന്നത്. എന്നാൽ തങ്ങളുടെ പ്രൈമറി ഹോം ഗ്രൗണ്ടിൽ എത്തിയതിനു ശേഷം അവരുടെ ഫോം നോക്കിക്കഴിഞ്ഞാൽ അത്ര നല്ലതല്ല. ഇപ്പോൾ ഇന്നത്തെ മത്സരം നടക്കുന്നത് ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു സ്റ്റാറ്റ് ആദ്യം എടുത്തിട്ടത്. ഇപ്പോൾ ഇവിടെ കളിച്ച 3 മത്സരങ്ങളിൽ 2 മത്സരങ്ങളിൽ ഇവർ തോറ്റു. ഇപ്പോൾ ഇവിടെ നടന്ന മത്സരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മുംബൈക്കെതിരെ, 2 RRനെതിരെ, 3 RCBക്കെതിരെ. ഇപ്പോൾ മുംബൈക്കെതിരെ ആയാലും RCBക്കെതിരെ ആയാലും അവർ തോൽക്കുകയാണ് ചെയ്തത്. പിന്നീട് രാജസ്ഥാനെതിരെ നടന്ന മത്സരത്തിലായാലും അവരുടെ ഒരു വിജയം എന്ന് പറയുന്നത് ഒരു ഡോമിനന്റ് ആയിട്ടുള്ള ഒരു വിജയമായിരുന്നില്ല. നമുക്കറിയാം, അത് RR ജയിക്കേണ്ട മത്സരമായിരുന്നു. RR ആ ചേസ് ബോട്ടിൽ ചെയ്യുകയാണ് ചെയ്തത്. അവസാന ഓവറിൽ 9 റൺസ് വേണ്ട അവസ്ഥയിൽ മിച്ചൽ സ്റ്റാർക്ക് 8 റൺസ് മാത്രമേ വിട്ടുകൊടുത്തുള്ളൂ. മനോഹരമായിട്ട് ഓവർ എറിഞ്ഞു. പിന്നീട് സൂപ്പർ ഓവറിൽ ഇവർ ജയിക്കുകയാണ് ചെയ്തത്. അതായത് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ ഒരു ഡോമിനേറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ജയിച്ചത് തന്നെ കഷ്ടിച്ചാണ് ജയിച്ചത്. അങ്ങനെ വന്നപ്പോഴേക്കും 4-4 ജയിച്ചിരുന്ന ടീം 9 മത്സരങ്ങളിൽ 6 ജയവുമായിട്ട് 4-ാം സ്ഥാനത്തേക്ക് വീണു. അപ്പോൾ അതിനിടയിലാണ് നമ്മുടെ മുംബൈ ഇന്ത്യൻസ് തുടർച്ചയായിട്ട് 5 ജയങ്ങളുമായിട്ട് കയറി വരുന്നത്. RCB മോളിൽ പോയി. അതുപോലെ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് GT പെർഫോം ചെയ്യുന്നു. അങ്ങനെ വന്നപ്പോഴേക്കും ഇവരുടെ ഒരു ടോപ്പ് 2 ഫിനിഷ്, ഇപ്പോൾ ആദ്യ 4 മത്സരങ്ങളിൽ 4 ജയിക്കുന്ന ടീം എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഒരു ടോപ്പ് 2 ഫിനിഷ് ആയിരിക്കും ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ ഒരു സൈഡിൽ ബാക്കിയുള്ള ടീമുകളെല്ലാം നന്നായിട്ട് തന്നെയാണ് പെർഫോം ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ സീസൺ നോക്കിക്കഴിഞ്ഞാൽ 6 ടീമുകൾ, അതായത് 5 അതിന് മേളിലോ മത്സരങ്ങൾ ജയിച്ച 6 ടീമുകളുണ്ട്. അപ്പോൾ ഇനി ഒരു തോൽവി വന്നു കഴിഞ്ഞാൽ അവരുടെ പ്ലേ ഓഫ് ബാധ, ഇപ്പോൾ ടോപ്പ് 2 സ്പോട്ടിന് ലക്ഷ്യം വെച്ചിട്ട് ഒരുപക്ഷെ 3-4 സ്ഥാനത്ത് പോലും എത്താൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിയേക്കാം. അപ്പോൾ ഇനിയുള്ള തോൽവികൾ അവരെ സാരമായിട്ട് തന്നെ ബാധിക്കും. ഇപ്പോൾ നമ്മൾ ഇതുപോലൊരു ലോങ് ടൂർണമെന്റിൽ പീക്കിംഗ് അറ്റ് ദ റൈറ്റ് ടൈം എന്ന് പറയും. ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ RRന് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് തുടക്കം നന്നായിട്ട് കളിച്ചു, തുടർച്ചയായിട്ട് മത്സരങ്ങൾ ജയിച്ചു. എന്നാൽ സെക്കൻഡ് ഹാഫ് വന്നപ്പോഴേക്കും ആ ഫോം നഷ്ടപ്പെടുകയും പിന്നീട് തുടർച്ചയായിട്ട് തോൽവികൾ വഴങ്ങി പ്ലേ ഓഫിൽ പുറത്താവുകയുമാണ് ഉണ്ടായത്. അപ്പോൾ ഒരു സീസണിന് തുടക്കത്തിലുള്ളൊരു ഫോമിലേക്ക് തിരികെ എത്താനായിരിക്കും ഡൽഹി ക്യാപിറ്റൽസ് ശ്രമിക്കുക. ഇനി അവരുടെ പ്ലേയേഴ്സിന്റെ ഫോമിലേക്ക് വന്നു കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു ഡിപ്പ് കാണാൻ പറ്റും. ഇപ്പോൾ KL രാഹുൽ ആദ്യ 3 മത്സരങ്ങളിൽ 185 റൺസാണ് സ്കോർ ചെയ്തത്. അപ്പോൾ ആ ഒരു സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് 169.7 ആണ്. എന്നാൽ ഡൽഹിയിൽ നടന്ന അവരുടെ ആദ്യ മത്സരത്തിന് ശേഷം പിന്നീട് 5 ഇന്നിംഗ്സുകളായിട്ട് 179 റൺസ് മാത്രമേ എടുക്കാൻ കഴിഞ്ഞുള്ളൂ. സ്ട്രൈക്ക് റേറ്റ് 169 നിന്ന് 127 കുറഞ്ഞു. അതുപോലെ തന്നെ മിച്ചൽ സ്റ്റാർക്കിന്റെ കാര്യം അത് പല വീഡിയോകളിൽ ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചിട്ടുണ്ട്. ആദ്യത്തെ മത്സരങ്ങളിൽ നിന്നിട്ട് നന്നായിട്ട് ആദ്യം 4 മത്സരങ്ങളിൽ 9 വിക്കറ്റ് എടുത്ത മിച്ചൽ സ്റ്റാർക്ക് പിന്നീട് ഇതേവരെ 2 വിക്കറ്റ് കൂടിയേ എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഒരു സ്റ്റാറ്റാണ് കുൽദീപ് യാദവിന്റെ. അവിടെ കുൽദീപിന്റെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം, ഡൽഹിക്ക് വേണ്ടി മിഡിൽ ഓവേഴ്സ് നിയന്ത്രിക്കുന്നത് കുൽദീപാണ്. കുൽദീപിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ DCയുടെ ആദ്യത്തെ 4 മത്സരങ്ങളിൽ നിന്ന് കുൽദീപ് എടുത്ത 8 വിക്കറ്റാണ്. അപ്പോൾ ആ മത്സരങ്ങളെല്ലാം കുൽദീപിന്റെ ഇക്കോണമി എന്ന് പറയുന്നത് 6-ൽ താഴെയാണ്. അതായത് ഒരു റണ്ണേ ബോൾ പോലും വിട്ടുകൊടുക്കാതെയാണ് കുൽദീപ് ആദ്യ 4 മത്സരങ്ങളിൽ പന്തെറിഞ്ഞത്. എന്നാൽ പിന്നീടുള്ള മത്സരങ്ങൾ കുൽദീപിന്റെ എക്കോണമി എന്ന് പറയുന്നത് 7.35 പോയി. പക്ഷേ T20യെ സംബന്ധിച്ച് 7.35 എന്ന് പറയുന്നത് സ്റ്റിൽ വളരെ നല്ലൊരു ഇക്കോണമി റേറ്റ് തന്നെയാണ്. എന്നാൽ വിക്കറ്റുകളുടെ എണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ അത് 4 കുറഞ്ഞു. 8 എന്നുള്ളത് 4 കുറഞ്ഞു. അതുപോലെ തന്നെ ബോളിംഗ് സ്ട്രൈക്ക് റേറ്റ് 12-ൽ നിന്ന് 30 ആവുകയും ചെയ്തു. അങ്ങനെ നോക്കുമ്പോൾ ഇവരുടെ കീ പ്ലേയേഴ്സിൽ നിന്ന് ഒരു ഡിപ്പ് ഉണ്ടായിട്ടുണ്ട്. ഇനി ബെറ്റർ ആയത് അക്ഷർ പട്ടേലാണ്. ഇപ്പോൾ ആദ്യത്തെ മത്സരങ്ങൾ വെച്ച് നോക്കിയാൽ വിക്കറ്റ് ടേക്കിംഗ് ആയാലും അതുപോലെ തന്നെ ബാറ്റിംഗ് ആയാലും അക്ഷർ പട്ടേൽ ഓഫ് കോഴ്സ് ബെറ്റർ ആയി. പക്ഷേ ഇവർക്ക് നല്ല റിസൾട്ട് തരാൻ ഹെൽപ്പ് ചെയ്ത കീ പ്ലേയേഴ്സിന്റെ ഒരു ഡിപ്പ് എന്ന് പറയുന്നത് കുറച്ച് കൺസേണിംഗ് ആണ്. അതൊക്കെ മാറ്റി ഇനിയുള്ള മത്സരങ്ങൾ തീർച്ചയായിട്ടും ജയിച്ചേ മതിയാവൂ. ഇനി നമ്മൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല വീഡിയോകളിലും ആവർത്തിച്ചതാണ്, ഡിഫെൻഡിങ് ചാമ്പ്യൻസിന്റെ ആ ഒരു പകിട്ടിന് ചേർന്ന രീതിയിലല്ല അവർ പെർഫോം ചെയ്യുന്നത്. അവരുടെ ബാറ്റിംഗിൽ തീർച്ചയായിട്ടും പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഓപ്പണിങ്ങിൽ ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ കിട്ടിയ ഒരു തുടക്കം ഇവർക്ക് കിട്ടുന്നില്ല. അത് നമ്മൾ പല വീഡിയോയിലും റിപ്പീറ്റ് ചെയ്തതാണ്. ഇപ്പോൾ ഗുർബാസ് ടീമിൽ വന്നു. ആദ്യ മത്സരത്തിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ മത്സരത്തിൽ പിന്നീട് മഴ മൂലം ആ മത്സരം ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ അവർ 2 ചേഞ്ചസ് കൊണ്ടുവന്നു. രമൺദീപിന് പകരം ചേതൻ സക്കറിയ വന്നു. അതുപോലെ തന്നെ മൊയിൻ അലിക്ക് പകരം ഒരു റോമൻ പവലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ചേതൻ സക്കറിയയ്ക്ക് ഒരു നല്ല പെർഫോമൻസ് തരാൻ കഴിഞ്ഞില്ല. റോമൻ പവലിന്റെ കാര്യം നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം ആ മത്സരം അവർ ബാറ്റ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ നിലവിലെ പ്ലേയേഴ്സിന്റെ ഫോമിലേക്ക് തിരികെ വന്നു കഴിഞ്ഞാൽ സുനിൽ നരേനും ആ ഒരു പെർഫോമൻസ് കഴിഞ്ഞ സീസണിലെ പോലെ പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. രഹാനെ അതുപോലെ രഘുവംശി നല്ല ഫോമിലാണ്. പിന്നെ വെങ്കടേശ്വരനും കാര്യമായിട്ട് ഒരു കോൺട്രിബ്യൂഷൻ തരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവരുടെ ഒരു ഹൈലി പെയ്ഡ് പ്ലെയർ ആണ് വെങ്കടേശ്വർ. അപ്പോൾ വെങ്കടേശ്വരിൽ നിന്ന് കുറച്ചുകൂടി നല്ല പ്രകടനം തീർച്ചയായിട്ടും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റസലിന്റെ ഫോം ഒരു വറിയിങ് ഫാക്ടറാണ്. ഇനി കഴിഞ്ഞ മത്സരത്തിലെ കാര്യം പറയുകയാണെങ്കിൽ ഈഡൻ ഗാർഡൻസിൽ നടന്ന മത്സരത്തിൽ അവർ എക്സ്പെൻസീവ് ആയിരുന്നു. സ്പിന്നേഴ്സിനെ ആയാലും നമ്മുടെ പഞ്ചാബ് ബാറ്റേഴ്സ് നന്നായിട്ട് കൗണ്ടർ ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത്.
എന്നാൽ ഇന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ KKRന്റെ ബോളിംഗ് പഴയ ഫോമിലേക്ക് തിരികെ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി പിച്ച് കണ്ടീഷൻസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. അവിടെ നടന്ന ആദ്യത്തെ 2 മത്സരങ്ങളും പൊതുവെ ഹൈ സ്കോറിംഗ് ആയിരുന്നു. അതായത് 4 ഇന്നിംഗ്സുകളിലും 180+ സ്കോർ വന്നു. എന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ ഇതിനെല്ലാം നേർ വിപരീതമായിട്ട് ഒരു ബോളിംഗ് ഫ്രണ്ട്ലി സർഫസ്, അതായത് സ്ട്രോക്ക് മേക്കിങ്ങിനെ ഒട്ടും അങ്ങനെ പിന്തുണയ്ക്കാത്ത ഒരു സർഫസ് ആണ് നമ്മൾ കണ്ടത് RCB ആയിട്ടുള്ള മത്സരത്തിൽ. ഇപ്പോൾ അവരുടെ ടീമിന്റെ മെന്ററായ കെവിൻ പീറ്റേഴ്സൺ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ RCBയുടെ ആ ഒരു സ്ട്രെങ്തിനെ കൗണ്ടർ ചെയ്യാനായിട്ടാണ് അവരൊരു സ്ലോ ആൻഡ് ലോ സർഫസ് ഒരുക്കിയതെന്നാണ്. നമുക്കറിയാലോ RCBയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഹെവി ബാറ്റിംഗ് യൂണിറ്റ് ആണ്. അപ്പോൾ അവരെ കൗണ്ടർ ചെയ്യാനായിട്ടാണ് അവരിങ്ങനെ ഒരു സ്ലോ ആൻഡ് ലോ സർഫസ് ഒരുക്കിയത്. അതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിലും ആ ഒരു രീതി തന്നെ പിന്തുടരുമെന്നാണ് പീറ്റേഴ്സൺ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം KKRന്റെ സൈഡിൽ വരുൺ ചക്രവർത്തി അതുപോലെ തന്നെ സുനിൽ നരൈൻ ഉണ്ട്. അപ്പോൾ ഡൽഹിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ സ്പിൻ നോക്കിക്കഴിഞ്ഞാൽ കൊൽക്കത്തയുടെയും സ്ട്രോങ് ആണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാലും കൊൽക്കത്തയും അത് ഒരു പരിധിവരെ സ്യൂട്ട് ചെയ്യും എന്നുള്ളതാണ് സത്യം. ഇനി പ്രെഡിക്റ്റഡ് പ്ലേയിങ് 12ലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ മത്സരത്തിൽ DC സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവർക്ക് 6 ബാറ്റേഴ്സും 6 ബൗളേഴ്സുമാണ് ഉണ്ടായിരുന്നത്. എങ്കിലും അശുതോഷ് ശർമ്മയെ അവർ പ്ലേയിങ് 11ൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. അതിൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്റിംഗ്, അതായത് അധികം വിക്കറ്റ് പോകാതെ ഒരു 3-4 വിക്കറ്റുകൾ കൊണ്ട് മാത്രം അവർ ആ ഇന്നിംഗ്സ് പൂർത്തിയാക്കുകയാണെങ്കിൽ ഒരു എക്സ്ട്രാ ബൗളറിനെ കൊണ്ട് യൂസ് ചെയ്യാം. എന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ അതിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അശുതോഷിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വന്നു. ഈ മത്സരത്തിലും അതേ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും അവർ മുന്നോട്ട് പോകുന്നത്. ബാറ്റിംഗ് ക്ലിക്കായി കഴിഞ്ഞാൽ അവർക്ക് ഒരു എക്സ്ട്രാ ബൗളറിനെ ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ അശുതോഷ് ശർമ്മയെ ഇറക്കാവുന്നതാണ്. അപ്പോൾ ഒരു 6-6 എന്നുള്ളൊരു കോമ്പിനേഷൻ തന്നെ അവർ മുന്നോട്ട് പോകാനാണ് സാധ്യത. ഇനി കൊൽക്കത്തയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ മത്സരത്തിൽ ചേഞ്ചസ് കൊണ്ടുവന്നു. രമൺദീപിനും മൊയിൻ അലിക്കും പകരം അവർ റോമാൻ പവലിനെയും ചേതൻ സക്കറിയെയും ഇൻട്രൊഡ്യൂസ് ചെയ്തു. ചേതൻ സക്കറിയ എക്സ്പെൻസീവ് ആയിരുന്നു, എങ്കിലും അവർ വീണ്ടും ഒരു മാറ്റം അവിടെ കൊണ്ടുവരുമോ എന്ന് കണ്ടറിയണം. പിന്നെ റോമാൻ പവലിന് ബാറ്റിംഗിന് ഇറങ്ങാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പ്ലേസ് നിലനിർത്താൻ തന്നെയാണ് സാധ്യത. എങ്കിലും ഇനിയൊരു പക്കാ സ്പിൻ ഫ്രണ്ട്ലി സർഫസ് ആണെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ മൊയിൻ അലിയെ കൊണ്ടുവന്നേക്കാം. അത് നമുക്ക് കണ്ടു തന്നെ അറിയണം. ഇനി പ്ലേയേഴ്സ് ടു വാച്ച് ഔട്ട് ഫോർ. ഡൽഹി ക്യാപിറ്റൽസ് നിരയിൽ നിന്ന് കരുൺ നായർ. ഇപ്പോൾ കരുൺ ഈ സീസണിൽ ആദ്യത്തെ മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രില്യൻറ്റ്, ഒരു എക്സെപ്ഷണൽ നോക്കായിരുന്നു. എന്നാൽ അതിനുശേഷം ആ ഒരു പെർഫോമൻസ് റെപ്ലിക്കേറ്റ് ചെയ്യാൻ കരുണിന് കഴിഞ്ഞില്ല. ഒരു മത്സരത്തിൽ റൺഔട്ടായി, അടുത്ത മത്സരത്തിൽ കിട്ടിയ സ്റ്റാർട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല, കഴിഞ്ഞ മത്സരത്തിൽ ഫെയിലായി. അങ്ങനെ വരുമ്പോൾ ഈ മത്സരത്തിൽ കരുൺ എങ്ങനെ പെർഫോം ചെയ്യുമെന്നറിയാൻ ഞാൻ കാത്തിരിക്കുന്നു. അതുപോലെ തന്നെ KKR നിരയിൽ നിന്ന് ഗുർബാസ്. ഡീകോക്കാണ് അവരുടെ ആദ്യ മത്സരങ്ങൾ അവർക്കായിട്ട് ഓപ്പൺ ചെയ്തത്. ഒരു മത്സരത്തിൽ ഒഴികെ കാര്യമായിട്ട് പെർഫോം ചെയ്യാൻ ഡീകോക്കിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഗുർബാസ് ടീമിലേക്ക് തിരികെ എത്തി. ഗുർബാസിന്റെ ഈ സീസൺ നോക്കിക്കഴിഞ്ഞാൽ ആദ്യ മത്സരം ഫെയിലായി, രണ്ടാമത്തെ മത്സരത്തിൽ അറിയാലോ അതൊരു വാഷ് ഔട്ട് ആയിരുന്നു. അപ്പോൾ ഈ മത്സരത്തിൽ എങ്ങനെയാണ് ഗുർബാസ് പെർഫോം ചെയ്യുന്നത്, അവരുടെ ഓപ്പണിംഗിലെ KKRന്റെ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാൻ ഗുർബാസിന് കഴിയുമോ എന്നതും ഞാൻ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇന്നത്തെ മത്സരത്തിൽ ആരായിരിക്കും വിജയിക്കുക? ഡൽഹി ക്യാപിറ്റൽസോ അതോ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സോ? കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.